തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്തിനടുത്ത് അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം 18 മീറ്റർ ഉയരമുള്ള ഗംഗാധരേശ്വര ശില്പത്തിന് പേരുകേട്ടതാണ്. ഇത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവശില്പമാണ്. തമിഴ്നാടിൻ്റെ വാസ്തുവിദ്യയോട് സാമ്യമുള്ള ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആഴിമല ശിവക്ഷേത്രത്തിൻ്റെ ഉത്ഭവവും ചരിത്രവും ശതാബ്ദി പിന്നിട്ടിരിക്കുന്നു. ആഴിമല പുളിങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ പേര്. വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് ചീറ്റപ്പുലികൾ ഉണ്ടായിരുന്നതിനാൽ പുളിക്കുടി എന്നറിയപ്പെട്ടു. കാലക്രമേണ പുളിങ്കുടിയായി മാറി. കുടി എന്നാൽ വീട്, താമസ സ്ഥലം എന്നാണ്. ഈ പുരാതന സ്ഥലം വേഷം മാറിയ പാണ്ഡവരുടെ ഒളിത്താവളങ്ങളിൽ ഒന്നായിരുന്നു. പ്രകൃതിദത്തമായ ഗുഹകൾ ഇപ്പോഴും പാറകൾക്കിടയിൽ കാണപ്പെടുന്നു. പാഞ്ചാലിയുടെ ദാഹം ശമിപ്പിക്കാൻ ഭീമസേനൻ തൻ്റെ കാൽമുട്ടുകൊണ്ട് പാറയിൽ ഒരു ദ്വാരമുണ്ടാക്കി വെള്ളം നിറയ്ക്കേണ്ടി വന്നത് പുരാതന കാലത്തെ ഓർമ്മപ്പെടുത്തലാണ്. പതിനെട്ട് മീറ്റർ ഉയരമുള്ള ശിവന്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള കോൺക്രീറ്റ് ശില്പം സ്ഥാപിച്ചതിന് ശേഷമാണ് ക്ഷേത്രം കൂടുതൽ പ്രസിദ്ധി നേടിയത്. ആഴിമല സ്വദേശിയായ PS ദേവദത്തൻ എന്ന ആളാണ് ഇതിൻ്റെ ശില്പി. 2014 ശില്പത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 2020 നിർമ്മാണം പൂർത്തിയാക്കി. അതേ വർഷം ഡിസംബർ 31 ശില്പം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഗംഗാദേവിയെ ജടയിൽ നിന്നും മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോട് കൂടിയ ശിവനെയാണ് ശില്പം ചിത്രീകരിക്കുന്നത്. ശില്പത്തിൻ്റെ പിന്നിലെ വലത് കൈയിൽ ഡമരുവും മുൻ വലത് കൈ വലതു തുടയിലും പിന്നിലെ ഇടത് കൈയിൽ ത്രിശൂലവും മുൻ ഇടത് കൈ ജടയ്ക്കുള്ളിലൂടെ ഉയർത്തിയ നിലയിലുമാണ്. 20 അടി ഉയരമുള്ള ഒരു പാറയിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. കടലിനോട് വളരെ ചേർന്നുള്ളതിനാൽ കടൽക്കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന. ശിവരൂപത്തിന് താഴെ 3 നിലകളിലായി 3500 ചതുരശ്ര അടി വിസ്തീർണമുള്ള ധ്യാനമണ്ഡപവും നിർമ്മിക്കുന്നുണ്ട്. ഗുഹാസമാനമായ മണ്ഡപത്തിലേക്ക് ഗംഗാധരേശ്വര പ്രതിമയുടെ സമീപത്തെ ചെറിയ കവാടത്തിലൂടെ 27 പടികൾ കടന്നാണ് പ്രവേശിക്കുന്നത്. മണ്ഡപത്തിൽ ശിവന്റെ ശയനശില്പം, അർദ്ധനാരീശ്വര ശില്പം, 9 നാട്യഭാവങ്ങൾ, ശിവരൂപത്തിനെ താങ്ങി നിൽക്കുന്ന തൂണുകളിൽ ശിവചരിതം പറയുന്ന ശില്പങ്ങൾ എന്നിവയും കൊത്തിവെച്ചിട്ടുണ്ട്. പ്രതിമ നിൽക്കുന്ന സ്ഥലത്ത് യോഗികൾ തപസ്സിരുന്നുവെന്നാണ് ഐതിഹ്യം. പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് ഇവിടെ വന്നതായും ഐതിഹ്യമുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഇവിടെ ക്ഷേത്രം സ്ഥാപിക്കുന്നത്. ആയിരക്കണക്കിന് തീർത്ഥാടകരും സഞ്ചാരികളുമാണ് ആഴിമലയിലേക്ക് എത്തുന്നത്. ഇതോടെയാണ് സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ പിൽഗ്രീം ടൂറിസം സർക്യൂട്ടിലേക്ക് ആഴിമല കൂടി സർക്കാർ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ ശ്രീ മഹാദേവന്റെ അനുഗ്രഹത്താലും അതിൻ്റെ പ്രകൃതി ഭംഗിയാലും മഹാനായ സന്യാസിമാരുടെ സാന്നിധ്യത്താലും സ്വർഗീയതയുടെ അതുല്യമായ ശോഭയോടെ ഈ പുണ്യസ്ഥലം ആനന്ദപൂർണമായ ഭക്തിയുടെ കേന്ദ്രമാണ്.